അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ താഴേക്കാട് ശ്രീ നാരായണത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അത്ഭുതം കാണാൻ വേണ്ടി വന്നേക്കാണ്. ഈ അമ്പലം ഉണ്ടല്ലോ ബയോ ദേ ഇതുപോലെ 4 വശം ഇവിടെ ഒക്കെ ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഏത് വേനലിലും ഇത്രയും വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇവിടെ എവിടെ വെള്ളം പറ്റിയാലും ഇവിടെ വെള്ളം ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു അപൂർവ കാഴ്ചയാണ്. കാരണം ഒരു അമ്പലത്തിനകത്ത് മാത്രം ഇങ്ങനെ വെള്ളം ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ അത് ശരിക്കും എന്താ പറയാ, അതിന് വാക്കുകളില്ല പറയാന്. വായോ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ ക്ഷേത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ല ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട് കാണിക്കാന്. ഇവിടെ വരുമ്പോ നല്ല മനോഹരമായിട്ടൊരു ചിത്രമുണ്ട്. ഇത് എന്റെ യൂണിവേഴ്സിറ്റി പഠിച്ച GS എന്ന് പറഞ്ഞൊരു കലാകാരൻ, GS N ചന്ദ്രൻ, അദ്ദേഹം വരച്ചൊരു നല്ല ചിത്രമാണ്. മനോഹര ചിത്രമാണ്, നല്ല അടിപൊളി ചിത്രമാണ്. അപ്പോ മലപ്പുറമായിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോ നോക്കി കിടക്കണേ, ഇവിടെ ശാന്തിക്കാരൻ്റെ അടുത്തുണ്ട് ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ അദ്ദേഹം പറയും. നമ്മുടെ ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാല് വർഷങ്ങളായിട്ടുള്ള ഒരു നല്ലൊരു അനുഭവമുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഇരിക്കുന്നത് വെച്ചാല് മഹാവിഷ്ണു, പിന്നെ ശ്രീകൃഷ്ണൻ, പിന്നെ ഗണപതി, ശാസ്താവ്, പിന്നെ ദുർഗ, അന്നപൂർണേശ്വരി, ഭദ്രകാളി, പിന്നെ നാഗങ്ങള്. പിന്നെ നമ്മളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന വെച്ചാല് നമ്മുടെ ജലം മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നല്ലൊരു അത്ഭുതമാണ്. എല്ലാ ദിവസവും ഉണ്ടാവും, ഫുൾ ടൈം ജലം ചുറ്റപ്പെട്ടിരിക്കും. കുറവുണ്ടാവും, നല്ല ഒരു കുറവുള്ള ക്ഷേത്രമാണ്. പിന്നെ വെച്ചാൽ നമ്മുടെ കമ്മിറ്റിക്കാര്, പിന്നെ നമ്മുടെ അമ്മമാര് എല്ലാവരും നല്ല ഒരു അനുഭവത്തോടുകൂടി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളം ഉറവ് വരുന്നത് ഏതെങ്കിലും പ്രത്യേക എവിടെന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് കണ്ടില്ലേ, ചുറ്റും നമ്മൾ ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു ക്ഷേത്രമാണ്. അപ്പൊ നമുക്ക് ഇത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര നല്ല ഭംഗിയായിട്ടുള്ള വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് അല്ലെ, ഒരു പ്രകൃതിയുടെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അന്തശാനമാണല്ലോ, ആള് ജലത്തില് ഇതുള്ള കാരണം അത് അത്രയും വലിയതുണ്ട്. നിങ്ങളുടെ മക്കൾ ഏതൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, ഭാവിയെ ചൊല്ലി പേടിക്കണ്ട. NC-ത്തുള്ള കുട്ടികളെ വിടുന്നതോടൊപ്പം കാരണന്മാരെല്ലാവരും മാത്രമല്ല ക്ഷേത്രത്തിൽ 365 ദിവസവും ജാതി മത ഭേദമന്യേ ആര് വന്നാലും ധാരാളം ഭക്ഷണം ലഭിക്കും. കാരണം പറഞ്ഞാൽ അന്നദാനം എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ രാവിലെ അന്നദാനത്തിന്റെ സമയമാണ്. ഇവിടെ രാവിലെ സമയം ഇട്ടേക്കുന്നത് 9:30 മുതലാണ് കേട്ടോ, 12:30 വരെയാണ്. പക്ഷെ ഇന്നിപ്പോ ബലിയുള്ള ദിവസം ആയതാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ എല്ലാവർക്കും നല്ല ഫുഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് അവിടെ ചോദിച്ചേക്കാം ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇവിടെ എല്ലാ ദിവസവും വളരെ ഉത്സാഹത്തോടു കൂടി നിങ്ങൾ നാട്ടുകാര് എല്ലാ ദിവസവും വളരെ ഭംഗിയായിട്ട് ഒരു എന്താ പറയണ കറുത്ത മുഖത്തോടു കൂടി അല്ലാതെ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങള് വർഷങ്ങളായിട്ടല്ലേ എല്ലാ ദിവസവും രാവിലെ. അത് ചെറിയൊരു കാര്യമല്ല. ജാതി മത ഭേദം പിന്നെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമുള്ളൂ. എന്നാ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മള് ഭക്ഷണത്തെക്കാളും അപ്പുറമായിട്ട് വേറെ ഒരു വികാരം ഇല്ലാന്ന് അതല്ലേ, അതിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ ഉത്സാഹത്തോടുകൂടി ഇവര് ചെയ്യുന്നതാണ്. 5 മണിക്ക് അതല്ലേ. അങ്ങനെ ഞാനും അല്പം കഞ്ഞി കുടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സന്തോഷം എന്താണെന്ന് അറിയാം, 2-3 സന്തോഷമുണ്ട്. ഒന്ന്, ഇവിടെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കും. 2, നല്ല ഭക്ഷണമാണ്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഇവിടെ എല്ലാവരും വളരെ ചിരിച്ച മുഖത്തോടു കൂടി ഈ 365 വർഷം ഇവിടെ വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചാല് അതിനകത്തൊരു സ്നേഹവും നന്മയൊന്നും വേറെ വലുത് തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട്.
അതാണ്. മാതൃസംഘം രക്ഷാധികാരിയായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ വളരെ എന്താ പറയാ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവരോട് ഒന്ന് സംസാരിച്ചു നോക്കാം. ആ പിന്നെ എടുക്കണ്ട. ഓക്കെ, ഒന്ന് സംസാരിക്കാലോ അല്ലേ? ആ കയറുവായോ ക്യാമറ. ശല്യം ഉണ്ടാക്കണില്ല, ഞാൻ പൊക്കോളാം, വേഗം പൊക്കോളാം. എന്തായാലും ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി കാണുമായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടുകൂടി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ അപ്പൊ നിങ്ങളിങ്ങനെ ക്ഷേത്രത്തിന്റെ ഓരോ കാര്യങ്ങളും എല്ലാരും ജാഗരൂകരാണ് അല്ലേ? എന്താ പറയാനുള്ളത് ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോ? വളരെ നല്ല ക്ഷേത്രല്ലേ, നല്ല വിശ്വാസമാണ്. പ്രസിഡന്റ് അല്ലേ? ഓക്കെ ഓക്കെ. അല്ല അങ്ങനെയല്ല ഒരാളെ ഭഗവാന്റെ കാര്യത്തിന് എല്ലാവരും ഒരുപോലെ. അല്ല അങ്ങനെയല്ല, ഒരാള് ആത്മാർത്ഥമായിട്ട് നേതൃത്വം കൊടുത്തെങ്കിൽ മാത്രമേ ആള് കൂടിയ പാമ്പ് ചാവില്ല. ആള് കൂടിയ പാമ്പ് ചാവില്ല. പക്ഷെ ഒരാള് എന്റെ മുഖ്യധാരയിൽ വേണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ലീഡർ ആളാണല്ല അല്ല, ആളാണല്ല. നാരായണത്ത് ശ്രീ മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രത്തെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. ഇവിടെയുള്ള ഏറെ പ്രത്യേകതകൾ നിങ്ങളെ തീർച്ചയായിട്ടും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയും ഇവിടെ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകമുണ്ട് ഇതിനകത്ത്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം വിശ്വസിക്കുന്നു. അപ്പോ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും